ദുബായിലേക്ക് പാർട്ട്ണറിനെ 2 വർഷത്തെ സ്പൗസ് വിസയിൽ കൊണ്ടുവരാനിരിക്കുന്നവരാണെങ്കിൽ ഈ വിസയ്ക്ക് ടോട്ടൽ എക്സ്പെൻസ് എത്രയാണ്, അതുപോലെ ഈ വിസയുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ വിസയ്ക്ക് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്യുന്ന വ്യക്തിക്ക് 4,000 മിനിമം സാലറിയും അതോടൊപ്പം തന്നെ ഇജാരി രജിസ്റ്റേർഡ് ടെൻഡൻസി കോൺട്രാക്റ്റും ഉണ്ടായിരിക്കണം. സ്പോൺസർ ചെയ്യുന്ന പേഴ്സന്റെയും അതോടൊപ്പം തന്നെ വിസ ലഭിക്കുന്ന പേഴ്സന്റെയും പാസ്പോർട്ട് വാലിഡിറ്റി 6 മന്ത് ഉണ്ടായിരിക്കണം. വൈഫിന് വേണ്ടിയാണ് വിസ എടുക്കുന്നതെങ്കിൽ UAE എംബസി വഴിയോ ഇല്ലെങ്കിൽ നാട്ടിലുള്ള നോർക്ക വഴിയോ അറ്റസ്റ്റ് ചെയ്ത മാരേജ് സർട്ടിഫിക്കറ്റും, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അറ്റസ്റ്റ് ബർത്ത് സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വേണം. സ്പോൺസർ ചെയ്യുന്ന വ്യക്തിയുടെ എമിറേറ്റ്സ് ഐഡിയുടെ കോപ്പിയും കമ്പനിയിൽ നിന്നുള്ള എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വരുന്നത് വിസ പ്രോസസിംഗിന്റെ സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത് എൻട്രി പെർമിറ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പാർട്ട്ണർ UAEക്കുള്ളിൽ വിസിറ്റിംഗ് വിസയിലാണെങ്കിൽ ചേഞ്ച് സ്റ്റാറ്റസ് കൊടുത്ത് നിങ്ങൾക്ക് വിസ ചേഞ്ച് ചെയ്യാവുന്നതാണ്. എന്നാൽ UAEക്ക് പുറത്ത് നാട്ടിലാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ എൻട്രി പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പ് മെഡിക്കൽ എടുക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ UAEയിൽ എത്തിയതിനു ശേഷം ഓതറൈസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ സെന്ററിൽ പോയിട്ട് മെഡിക്കൽ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. അഡൾട്ട്സിന് മാത്രമേ ഉള്ളൂ, കുട്ടികൾക്ക് മെഡിക്കൽ ടെസ്റ്റ് ഇല്ല. മെഡിക്കൽ ടെസ്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്നതാണ് എമിറേറ്റ്സ് ഐഡിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. ദുബായ് ഒഴിച്ച് ബാക്കി എല്ലാ എമിറേറ്റ്സിലും ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റ് ആണ്. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നതാണ് വിസ സ്റ്റാമ്പിങ്. അതായത് മെഡിക്കൽ, ഹെൽത്ത് ഇൻഷുറൻസ്, ID എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങളുടെ പാസ്പോർട്ടിൽ 2 ഇയേഴ്സിലേക്കുള്ള വിസ സ്റ്റാമ്പ് ചെയ്യും. വിസയുടെ ടോട്ടൽ കോസ്റ്റ് വരുന്നത് 3,000 to 5,000 വരെയാണ്. ഓരോ ഏജൻസിയുടെ ബേസിൽ ഇത് മാറാനും ചാൻസ് ഉണ്ട്. UAEയിലേക്ക് വിസ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കണേ. അതുപോലെ നിങ്ങളുടെ ഫാമിലീസിനെ കൂടെ കൊണ്ടുവന്ന് നിർത്തുന്നതിനുള്ള ആഗ്രഹം പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ. ഇതുപോലുള്ള ദുബായ് റിലേറ്റഡ് വീഡിയോസിനായിട്ട് എൻ്റെ കൂടെ ഒന്ന് ഫോളോ ആക്കിയിടണേ.